സെൽഫി. കിട്ടിയാ? ഇല്ല. ഇത്ര പെട്ടെന്ന് പിന്നെ ഇവിടെ പോയി? ഞാനും ആലോചിക്കണം. ചേച്ചി റൂമിലൊക്കെ തരഞ്ഞോ? പിന്നെ റൂമിൽ ഞാനൊരു 100 വട്ടം തെരഞ്ഞു. നിനക്ക് സരിത പൂച്ചയുടെ ഗെയിം കാണിച്ചു തരാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഫോൺ കാണാനില്ലെന്ന് അറിഞ്ഞു. എന്താ ചെയ്യാ? ആ ചേച്ചി ഒരു കാര്യം ചെയ്യ, ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കും. റങ്ങിയുണ്ടാ? ആ ഉണ്ട്. എങ്ങനെ ഞാൻ പോയി നോക്കിട്ട് വരാം. കട്ട് ചെയ്യണ്ട കേട്ടോ. എടുക്കണേ. കിട്ടിയാടി. പണ്ടാരത്തെങ്ങാട് പോയി. അതെ, സംഗതി കള്ളന്മാരുടെ കൈ കിട്ടിക്കഴിഞ്ഞാ അവര് സിം ഒരു മാറ്റും, പിന്നെ വിളിച്ചാൽ പോലും കിട്ടില്ല. ഞാനത് കണ്ട് കൊതിയും കൂടി തീർന്നിട്ടുണ്ടായില്ല. ആ ഇന്നലെ ഡേയ്സ് നമ്മൾ ട്യൂഷന് പോയപ്പോ കൊണ്ടുപോയിരുന്നോ? എന്നിട്ടത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും. ഞാൻ ഇന്നലെ ഫോൺ എടുത്തില്ലടി. ഇനി അവളത് സ്കൂളിൽ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടാവോ? സ്കൂളിൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല എന്ന് അവർക്കറിയാൻ പാടില്ലേ? അപ്പൊ ഒന്നുകൂടെ ട്രൈ ചെയ്തു നോക്ക്. കള്ള സിമ്മ് കിട്ടില്ല, പക്ഷെ റിങ് ചെയ്യണുണ്ടല്ലോ. റിങ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഇനി ശരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവോ? കുരുവേട്ടനങ്ങൾ ഇനി കൊണ്ടുപോയിട്ടുണ്ടാവോ? എന്നാ കൊല്ലും ഞാൻ അയാളെ. ഒരു കാര്യം ചെയ്യും, കുരുവേട്ടനൊന്ന് വിളിച്ചു നോക്ക്. ഒന്ന് വിളിക്കേച്ചി. ഹലോ ഹലോ കുരുവേട്ട, നിങ്ങൾക്കിടയിൽ പുതിയ ഫോണാണോ? സത്യം പറഞ്ഞോ? കള്ളം പറഞ്ഞ തിരിച്ചു വരുമ്പോ കൊല്ലും ഞാൻ. മേടിക്കുമ്പോ ഇത് പുതിയ ഫോണിനായിരുന്നു. എന്തേ? അയ്യോ, എന്തേച്ചി? കുരുവേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആ എന്നാൽ ഒട്ടും സംശയിക്കേണ്ട, അത് കുരുവേട്ടന്റെ കൈ തന്നെയുണ്ട്. എന്നാ പിന്നെ അങ്ങ് എനിക്കത് പറഞ്ഞിട്ടുണ്ടോമ്മല്ലേ? പറഞ്ഞു കഴിഞ്ഞാ ചേച്ചി അത് കൊടുത്തില്ലെങ്കിലോ? പുതിയ മൊബൈലല്ലേ, അതുകൊണ്ടായിരിക്കും. റിങ് ഉണ്ട്, എടുക്കണില്ല. ഒന്നും കൂടി ഫോൺ ചെയ്ത് നോക്കിയേച്ചി. ബെല്ലുണ്ടാ? ബെല്ലുണ്ട്, കട്ടിന്ന്. ഒരു കാര്യം ചെയ്യും, ട്രൈ ചെയ്തോണ്ടിരിക്കുക, എപ്പോഴെങ്കിലും എടുക്കുമല്ലോ. കണ്ട കട്ടീന വിളിക്കേച്ചി, വിളിച്ചോണ്ടിരിക്കുക, എപ്പോഴെങ്കിലും എടുക്കുമല്ലോ. ഇതെന്താണ് എടുക്കാത്തത്? കട്ട് ചെയ്ത് കൊഞ്ചു വന്നുണ്ട്. അത്രക്കായ എന്നോടാണോ കളി? എടുക്ക്. റിങ് ചെയ്യുന്നുണ്ടോ? റിങ് ഉണ്ട്, എടുക്കണില്ല സൂസേ. എന്തായാലും കുരുവിയേട്ടം വരട്ടെ. എന്തൊരു കഷ്ടമാണ്. അമ്മ ചായക്കും തൊട്ടാ ഡേയ്സി എവിടെയാ? മോളോട് എത്തിയില്ലേ? എത്തിയില്ലെന്നോ? എന്റെ ചോദ്യമാണ് നീ ചോദിക്കുന്നത്. എന്ന് നിന്റെ കൂടെ അല്ലേ അവള് വരുന്നത്? ഞാൻ അവളെ കണ്ടിട്ടില്ലെന്ന്. ഞാൻ എല്ലാരും ഇറങ്ങി കഴിഞ്ഞിട്ട് ഇറങ്ങണേ. അപ്പൊ അവളെവിടെ പോയി? അറിയില്ല. ഇതെന്താണ് ഇവൻ ഒറ്റക്ക് വന്നേക്കണത്? ഡേയ്സി എവിടെടാ? എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല അവള്. ഞാൻ എല്ലാരും ഇറങ്ങിട്ട് ഇറങ്ങിയ. ഡേയ്സി മോള്, ഡേയ്സി മോക്ക് എന്താണ്? ഡേയ്സി മോള് എവിടെ? ഇവൻ അവളെ കണ്ടിട്ടില്ലെന്ന്. കണ്ടിട്ടില്ലേ? കർത്താവിന്റെ കുഞ്ഞെവിടെ പോയി? എവിടെ പോയിടാ? ഞാൻ കണ്ടിട്ടില്ല. സൂസേ
ചേച്ചി എന്റെ മോള് അയ്യോ ആലി ചേച്ചി ആലി ചേച്ചി ആലി ചേച്ചി അയ്യോ, ആ ചേച്ചി സൂസേ, എന്റെ മോള് ആലി ചേച്ചി കരയല്ലേ ആലി ചേച്ചി? പ്രാഞ്ചേട്ടൻ എവിടെ? അവൻ സ്കൂളിലുണ്ടോ നോക്കാൻ പോയിട്ടുണ്ട്. നമ്മുടെ മോള് ചിലപ്പോ ക്ലാസ് റൂമിൽ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിലോ, അറിയാണ്ട് അവര് പൂട്ടി പോയിട്ടുണ്ടാവും. അല്ല, അങ്ങനെയും പല സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിങ്ങ ഓരോന്നും പറയണ്ട. എന്റെ മോളെവിടെന്ന് പറ. അതെ, ഇന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എന്താണ് ഉണ്ടായേ? കഴിഞ്ഞ ദിവസം ട്യൂഷന് കൊണ്ടുപോയ ഫോൺ ഡേസി ബാഗിൽ നിന്ന് എടുക്കാൻ മറന്നു. അത് സ്കൂളിലേക്ക് കൊണ്ടുവന്നു, അത് പിടിച്ചു. ആ, അത് ശരി. അപ്പൊ അതാണ് നീ എന്നോട് പുതിയ ഫോണ് കൊണ്ടുപോയിട്ടുണ്ടോന്ന് ചോദിച്ചതില്ലേ? ആ അച്ചോ, കുട്ടിയെ കണ്ടുവാ? ഇല്ല, പ്രാഞ്ചി അന്വേഷിച്ചു പോയിട്ടുണ്ട്. സ്കൂളിന്റെ രക്ഷാധികാരി എന്ന നിലയിലാണ് ഞാനൊരു കാര്യം പറയാൻ വന്നത്. കുരുവിയുടെ മകള് രഹസ്യമായിട്ട് സ്കൂളിലേക്ക് മൊബൈൽ കൊണ്ടുവരാറുണ്ട്. ഇല്ലച്ചോ, അതാദ്യമായിട്ട് എന്റെ മോൾക്കൊരു അബദ്ധം പറ്റിയതാണ്. ആ മൊബൈലിലേക്ക് ഞങ്ങൾ പലതവണ വിളിച്ചു നോക്കി. അപ്പോഴാണ് ഫോൺ ബാഗിൽ നിന്ന് ഡേസി അറിയണ. ടീച്ചർ അത് കണ്ടു, കയ്യോടെ പിടിച്ചു. പുതിയ അഡ്മിഷൻസ് ഇത്തിരി കർശനക്കാരിയാണ്. അവര് ഡേസിയെ വിളിച്ചൊന്ന് ഗുണദോഷിച്ചു. ഗുണദോഷിക്കല്ല അച്ചു, പരസ്യമായിട്ട് ചീത്ത പറഞ്ഞു. പൊട്ടുകുട്ടിയാന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുകയും ചെയ്തു. അച്ചോ, എന്റെ മോള് നിരപരാധിയാണ്. അവള് ട്യൂഷന് പോകുമ്പോ മൊബൈല് കൊണ്ടുപോകാറുണ്ട്. രാത്രിയാവും വരാനേ, അത് കാരണാ കൊടുക്കണേ. ഇന്ന് അവൾ അറിയാതെ അത് ബാഗിലിട്ട് കൊണ്ടുപോയി. ഇതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ സ്കൂളിലേക്ക് മൊബൈൽ കൊണ്ടുവരുന്നത് നിയമപ്രകാരം തെറ്റാണ്. എന്റെ കുഞ്ഞെവിടെ അച്ചോ, അത് പറ. എടി പ്രാഞ്ചി എന്താടാ കണ്ടോ? പ്രാഞ്ചി, നമ്മുടെ മോള് അവിടെ ഒന്നും ഇല്ല ഗുരുവ. അയ്യോ കർത്താവേ, എന്റെ മോള്. എന്താ അലീസ ഇങ്ങനെ? നീയൊന്ന് സമാധാനപ്പെട്. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? അതാ ഞാനും ആലോചിക്കണേ. സ്കൂളിൽ വെച്ച് പരസ്യമായിട്ട് വഴക്ക് കേട്ടപ്പോ അവളുടെ മനസ്സൊന്ന് ഒന്ന് കാണും. കാര്യം അറിയാതെ അവൻ എന്താ അച്ചോ ഇങ്ങനെ? സ്കൂളിലേക്ക് മൊബൈൽ കൊണ്ടുവരുന്നത് നിയമപ്രകാരം കുറ്റകരം. ടീച്ചർമാർ അത്രേ നോക്കിണ്ടാവുള്ളൂ. അതിന് താക്കീത് നൽകി മൊബൈൽ നശിപ്പിക്കുകയും ചെയ്യും. അതാണ് സ്കൂൾ നിയമം. അതെവിടെ ഉണ്ടായിട്ടുള്ളൂ? നിയമം. പ്രാഞ്ചിയെ വണ്ടി എടുക്കടാ. കുരുവേട്ട, അച്ചോ, എന്റെ മോളൊരു പാവാണ് കേട്ടോ. കഷ്ടകാല നേരത്തെ ഞാൻ ആ ഫോൺ ഉണ്ടായി കൊടുത്ത് കർത്താവ് നേരിട്ടി എന്റെ കുഞ്ഞിനെ കാത്തു.